അതായത് ഒരു വിക്കറ്റ് മാത്രമേ ഇന്ന് പോയിരുന്നുള്ളൂ. സഞ്ജു മാത്രമേ ഫസ്റ്റ് പോയിരുന്നുള്ളൂ. സഞ്ജുവും മുറിവിലും പിന്നെയും ബാറ്റർമാരുടെ ഇഷ്ടംപോലെ നിരയുണ്ട്. പക്ഷേ അദ്ദേഹം മൊത്തത്തിൽ എന്തോ വലിയൊരു അപകടം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ഇനി രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എൻ്റെ ബാധ്യതയാണ്, അല്ലെങ്കിൽ എൻ്റെ കടമയാണെന്ന രീതിയിൽ പിന്നെ ഒരു ബാറ്റിംഗ് തകർച്ച നടന്നിട്ടില്ലാത്ത ഒരു ബാറ്റിംഗ് തകർച്ച നടക്കുമെന്ന് കരുതിക്കൊണ്ട് തുടക്കത്തിലെ അദ്ദേഹം അതിനനുസരിച്ച് ആ ഒരു മൂഡിൽ കളിക്കുകയാണ്. ഇടയ്ക്ക് അനാവശ്യമായിട്ട് പിന്നെ ഓടുകയൊക്കെ ചെയ്തിട്ട് റൺഔട്ട് അവസരങ്ങൾ പോലും അദ്ദേഹം ആ സമയത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം നടത്താനും സാധിച്ചില്ല. അത് മാത്രമല്ല, അദ്ദേഹം ഔട്ടാവുന്ന ഒരു സമയം എന്നുള്ളത് 11ാമത്തെ ഓവറിലാണ്. 11ാമത്തെ ഓവറിൽ ഓപ്പണറായി ഇറങ്ങിയ ഒരു ബാറ്റ്സ്മാൻ എടുത്തിരിക്കുന്നത് വെറും 15 റൺസാണ്. 11ാമത്തെ കഴിഞ്ഞ മത്സരത്തിൽ ബൗണ്ടറി ഇല്ലാന്ന് മാത്രമല്ല, ഡബിൾ പോലും ഇല്ല. 15 സിംഗിൾ. കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നിൽ മറ്റൊരു ബാറ്റർ സെഞ്ചുറി അടിച്ചത് 12ാമത്തെ ഓവറിലാണ്. ഓപ്പണറായി ഇറങ്ങിയ സെഞ്ചുറി അല്ല, ഈ നമ്മുടെ ഫിൻ അലൻ കൊൽക്കത്തയുടെ ഫിൻ അലൻ കഴിഞ്ഞ മത്സരത്തിൽ 12ാമത്തെ ഓവറിലാണ് ഔട്ടാകുന്നത്. അദ്ദേഹം ആ സമയത്തേക്ക് 95 റൺസാണ് അടിച്ചത്. നിർണായക മത്സരത്തിലാണ് 21 ബോൾ നേരിട്ട് 15. അതായത് 12 ഓവർ ബാറ്റ് ചെയ്ത ഒരു ബാറ്ററാണ്. ആ ക്യാപ്റ്റൻ എന്ന രീതിയിൽ നമുക്കറിയാം, തുടക്കം തുടരെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ആയുഷ് മാത്രമേ സഞ്ജുവിനൊപ്പം ഓപ്പണറാക്കുക. കാരണം അതേ അഗ്രസീവ് സ്റ്റൈൽ കളിക്കുന്നുണ്ട്. ആ രീതിയിൽ കളിക്കുന്ന ഒരു ബാറ്റർ അപ്പുറത്ത് വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചെന്നൈ മാനേജ്മെന്റോ ഋതുരാജ് ഗെയ്ക്വാദോ സ്റ്റീഫൻ ഫ്ലെമിങ്ങോ അങ്ങനെ ഒരു മാറ്റം ആ സമയത്ത് പോലും എടുക്കുന്നില്ല. ഈ സമയത്ത് എടുക്കുന്നില്ല. ഋതുരാജിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നു. ഋതുരാജ് ഇതിന് മുമ്പത്തെ ഒരു ഇന്നിങ്സ് പോലും ആ രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. കാരണം അനാവശ്യമായ രക്ഷാപ്രവർത്തനത്തിന്റെ ആവശ്യം T20 മത്സരങ്ങളിലില്ല. വെറും 20 ഓവർ മത്സരമാണ്. അപ്പൊ ആ സമയത്ത് ഒരുപാട് ഇപ്പൊ ചെന്നൈയിൽ നമുക്കറിയാം കാർത്തിക് ശർമ്മ നല്ലൊരു രക്ഷാപ്രവർത്തകനാണെന്ന് കഴിഞ്ഞ ഇന്നിങ്സുകളിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അപ്പം അതൊരു വലിയൊരു പോയിന്റാണ്. കാരണം ക്യാപ്റ്റൻസി അല്ല, ഒരു ബാറ്റർ എന്ന രീതിയിൽ ഋതുരാജിന്റെ ഈ മെല്ലെപ്പോക്ക് മറ്റുള്ളവരിലും സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെയുള്ളത് ഉർവിൽ പട്ടേലാണ്. ഉർവിൽ പട്ടേൽ ഒരു വൺ മാച്ച് വണ്ടറായിട്ട് മാറുകയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന് ആകെ 1-2 ഷോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഒരു സ്ലോഗറാണ്. ഒരു അഗ്രസീവ് സ്ലോഗർ എന്ന രീതിയിൽ ലെഗ് സൈഡിൽ മാത്രം അടിക്കുന്ന ഒരു ബാറ്ററായി അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അന്നത്തെ അദ്ദേഹത്തിന്റെ ആ 13 പന്തിൽ പിന്നെ അർദ്ധ സെഞ്ചുറി അടിച്ച ആ മത്സരത്തിലും ഒരുവിധം 7-8 സിക്സ് അടിച്ചതൊക്കെ ലെഗ് സൈഡിലാണ്. അദ്ദേഹം പിന്നെ വരുന്ന സ്ലോട്ടിൽ അടിച്ചങ്ങ് പിന്നെ അകറ്റി 100-90-95 മീറ്ററൊക്കെ അടിച്ച് അകറ്റുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലൂടെ ബാറ്റ് ചെയ്യുന്നു. എല്ലാ പന്തുകളും ഒരേ ലൈനിൽ ബാറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ സ്ലോ ബോളുകൾ ജഡ്ജ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അദ്ദേഹം മാറുന്നു. ഒരു സ്ലോഗർ എന്ന രീതിയിൽ ഒരു 10 മത്സരത്തിൽ ഒരു പക്ഷേ 50 ഒക്കെ എടുത്തേക്കാം. പക്ഷേ ഈ രീതിയിലാണെങ്കിൽ അദ്ദേഹം എത്ര സീസണുകൾ മറികടക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്.